നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ജേണി ഓഫ് മൈ ലൈഫ് എന്ന യൂട്യൂബ് അവതരണ മത്സരത്തിലേക്ക് ഞാനും. എൻ്റെ കുട്ടിക്കാലത്തിൽ നിന്നും ഈ യാത്ര നമുക്ക് ആരംഭിക്കാം. എൻ്റെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവങ്ങളും പള്ളിയിലെ പ്രാർത്ഥനകളും ഇതെല്ലാം കേട്ടുകൊണ്ടുണരുന്നൊരു പ്രഭാതം. സ്കൂളിലേക്കുള്ള യാത്ര, മഴക്കാലമാണ് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. കുടകൾ ചൂടി ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും നടന്നു പോകുമ്പോൾ ഇന്നത്തെ പോലെ റോഡിലൂടെയല്ല അധികം നടന്നിരുന്നത്. തൊട്ടടുത്ത വീടുകളിലെ വളപ്പുകൾ കടന്ന് എളുപ്പ വഴിയിലൂടെ സ്കൂളിലേക്ക് എത്താം. ആ വഴികളാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ വളപ്പുകളെല്ലാം ഇങ്ങനെ തട്ടായിട്ട് തിരിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള വളപ്പുകളാണ്. അതിൻ്റെ സൈഡിലൂടെ നടന്നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവാറ്. പക്ഷേ ആ മഴ സമയത്ത് അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ സ്കൂളിലേക്കുള്ള യാത്ര മറന്നുകൊണ്ട് ആ വെള്ളത്തിലിറങ്ങി നനയാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. കൂടെയുള്ള കൂട്ടുകാരുടെ ചീത്ത കേട്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് യാത്ര പോവാറ്. മഴക്കാലങ്ങളിൽ എന്നും നനഞ്ഞ ഡ്രസ്സിട്ടാണ് സ്കൂളിൽ പോകാറ്. അന്ന് യൂണിഫോം ഇല്ല, സാധാരണ കളർ ഡ്രസ്സാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അവിടെ നിന്നും തിരിച്ച് സ്കൂളിലെ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വൈകുന്നേരം വരെ സ്കൂളിൽ ഇരിക്കുന്നതും. പക്ഷേ ഇന്നത് ഓർക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ അത് അസുഖങ്ങൾക്കൊരു കാരണമാകാം, പല വിഷയങ്ങളും വരാം. പക്ഷേ ആ ഒരു കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അവിടെ നിന്നും വീണ്ടും തിരികെ വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ഉത്സവങ്ങളുടെ സമയത്തേക്കാണ് എൻ്റെ ഓർമ്മ പോകുന്നത്. നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉത്സവങ്ങളുടെ സമയത്തേക്ക്. ഓഗസ്റ്റ് മാസത്തിൽ ഓണം വരുന്നു. തൊട്ടടുത്ത പാടത്ത് നെല്ലിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരൊത്ത് ഓടും നെല്ലിപ്പൂക്കൾ പറിക്കാനായിട്ട്. ആ നെല്ലിപ്പൂക്കൾ ആരാണ് ഏറ്റവും കൂടുതൽ നെല്ലിപ്പൂക്കൾ പറിക്കുക, ആരുടെ കയ്യിലാണ്. അന്ന് എല്ലാവർക്കും പൂ നിറയ്ക്കാനുള്ള പൂപ്പാത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചേമ്പില പൊട്ടിച്ചിട്ട് ആ ചേമ്പിലയിലാണ് ഞങ്ങൾ പൂക്കൾ നിറച്ച് കൊണ്ടുവരുന്നത്. അതൊരു വീടിൻ്റെ കോർണറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി വയ്ക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും നടന്ന് ഓരോ കൂട്ടുകാരുടെ അടുത്തടുത്ത വീടുകളിലൊക്കെ പോയി നോക്കും, ആരാണ് ഏറ്റവും കൂടുതൽ പൂ പൊട്ടിച്ചത്, ആരാണ്. അങ്ങനെ ഒരു വാശിയേറിയൊരു ഓണക്കാലം. അതിൽ ഞങ്ങളെല്ലാവരും മണ്ണുകൊണ്ട് മുറ്റത്ത് ഇങ്ങനെ കളങ്ങളൊക്കെ ഉണ്ടാക്കി ചാണകം കൊണ്ട് മെഴുകി പൂക്കളൊക്കെ അലങ്കരിച്ച് 10 ദിവസം ഓണം ആഘോഷിക്കും. അങ്ങനെ ആഗസ്റ്റ് മാസം ഭംഗിയായ ഒരു ഒഴിവുകാലമായിട്ട് ഞങ്ങൾ ആസ്വദിക്കും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു പോകുമ്പോഴേക്കും വേനലിൻ്റെ സമയമൊക്കെ ആവും. വേനൽ കടന്നൊരു മാസം ഡിസംബർ വരുമ്പോഴേക്കും ക്രിസ്മസിൻ്റെ സമയം എത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ ആഘോഷിക്കാൻ പോകുന്നത് പപ്പാനിയെ ഒരുക്കുക, പപ്പാനി വീടുകൾ തോറും കയറി ഇറങ്ങി എല്ലാ വീട്ടിലും കയറി ക്രിസ്മസ് ഭക്തിഗാനങ്ങൾ ആലപിക്കുക. അതായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് ഞങ്ങൾ ജനുവരി ഫെബ്രുവരി മാസത്തിലെത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കാവടിയാട്ടം നടത്തുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ആ പൂക്കാവടി കണ്ട് എല്ലാ സന്തോഷത്തോടു കൂടി ആഘോഷിച്ച്, ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്നായിരുന്നു ആ അമ്പലം. അതൊക്കെ സന്തോഷത്തോടുകൂടി കണ്ട് കാവടിയാട്ടം കൂട്ടുകാരും ഞങ്ങളെല്ലാവരും ആസ്വദിക്കും. വീട്ടുകാരും വലിയവരും എല്ലാവരും ഒരേപോലെ നാട്ടുകാരാഘോഷിക്കുന്ന ഒരു കാവടിയാട്ടം കാണാൻ നല്ല രസമാണ്. അന്നത്തെ ദിവസം കഴിയുമ്പോൾ സങ്കടം വരും. അയ്യോ, ഇനി ഒരു വർഷം കഴിയണമല്ലോ ഞങ്ങൾക്ക് കാവടിയാട്ടം കാണാൻ. പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ കാവടിപ്പൂക്കളെല്ലാം താഴെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അത് പറക്കിയെടുക്കാനുള്ള ഇതേ നെല്ലിപ്പൂ പറക്കിയ പോലെ തന്നെ ഇതാരാണ് ഏറ്റവും കൂടുതൽ ഇത് പറക്കിയെടുക്കുക, ആരാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ കാവടിപ്പൂക്കൾ പറക്കിയെടുക്കുക, അതാണ് ഞങ്ങളുടെ അന്നത്തെ ഒരു വാശിയേറിയ മത്സരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുട്ടിക്കാലത്തെ. അങ്ങനെ വളർന്ന് വലുതായി, ഈ ആഘോഷങ്ങളും എല്ലാമായി വളർന്ന് വലുതായി. അങ്ങനെ ജീവിതം കുട്ടിക്കാലത്ത് നിന്നും പതുക്കെ ബാല്യത്തിൽ നിന്നും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും കടന്നു. അങ്ങനെ വലിയ ഒരു ആളാവണം എന്നൊക്കെ മോഹിച്ചു പഠിച്ച് വലിയ നിലയിലെത്തണമെന്ന് കരുതി ഒക്കെ പഠിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും അവിടം വരെ എത്തിയില്ല. എന്നാലും വളരെ സംതൃപ്തിയാണ്. അങ്ങോട്ട് എത്തിയില്ലെങ്കിലും മറ്റുള്ളവരോട് പറയാൻ തക്ക നല്ല ഒരു
നല്ലൊരു ലൈഫാണ് നമുക്ക്. ദുഃഖങ്ങളൊക്കെ ഏറെ ഉണ്ടായിട്ടുണ്ട്. ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് മറ്റൊരാളോട് പറയാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് സ്വയം ഞാൻ അഹങ്കാരത്തോടെ പറയുന്നു. എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറച്ച് വെച്ച് നമ്മുടെ നല്ലത് മാത്രം കണ്ട് അത് മാത്രം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ എൻ്റെ കുട്ടികളോടും കുറച്ച് എനിക്ക് ട്യൂഷൻ ഞാൻ എടുത്തിരുന്ന ആ കുട്ടികളോടും മറ്റുള്ളവരോടും പറയാനുള്ള ഏകൊരു ഉപദേശം. തടസ്സങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ വരും, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നല്ലതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ തോൽവി നമ്മൾ തോൽവി വന്നാലും നമുക്കത് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് പോകാനുള്ളൊരു ധൈര്യം നമുക്ക് വരാനായിട്ട് പറ്റും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരോടും ഈ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ദുഃഖത്തെ മാത്രം കാണരുത്. അതിൻ്റെ പുറകിലിരിക്കുന്നൊരു സുഖമുണ്ട്. അത് നമ്മൾ ആ ദുഃഖത്തെ മാറ്റി നിർത്തി ആ സുഖത്തിലേക്ക് പോകാനുള്ള വഴികൾ നമ്മൾ നോക്കണം. ഒരാൾക്കും ദോഷമൊന്നും വരാത്ത രീതിയിൽ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരോടും ഞാൻ നല്ലൊരു ഇതായിട്ട് പറയുകയാണ്. അതെല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നും ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ജീവിതം ലൈഫ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് എൻ്റെ ഒരു ജേർണി ഓഫ് മൈ ലൈഫിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്നു വയ്ക്കുന്നത്. താങ്ക് യു.